കടലിന് വേദനിക്കുന്നില്ല എന്നാണ് കേട്ടോ തോന്നുന്നത്. ഇന്ന് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വേദന എന്നുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറി കൊണ്ടൊക്കെയാണ് നമുക്ക് വേദന അനുഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതിനൊരു ഓർത്തോപെഡിഷനെ കാണിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു ജനറൽ ഡോക്ടറെ കാണിച്ചിട്ടോ അതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ വേദന കുറക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളറിയാം, വേദന വരുമ്പോൾ നമ്മളൊരു ഓയിൻമെൻറ്റ് പുരട്ടും. അതെന്താണ്? നമ്മൾ ആ വേദന ഉണ്ടായത് പലപ്പോഴും നീർവീക്കം കൊണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം അപ്പോൾ ഒരു പേഷ്യൻ്റ് എന്നോട് ചോദിച്ചു, ഡോക്ടറെ എനിക്ക് ഒരു വേദനയുടെ മരുന്ന്, ഒരു പുരട്ടാനോ എന്തെങ്കിലും മരുന്ന് പറഞ്ഞു. ഞാനൊരു ഡൈക്ലോഫിനാക്കിൻ്റെ ജെല്ല് എഴുതി കൊടുത്തു. പിറ്റേന്ന് തന്നെ പറഞ്ഞു, ഇന്നൊരു പ്രാവശ്യം പൊട്ടിയപ്പോൾ തന്നെ എല്ലാം ക്ലിയറായി ഡോക്ടറെ, കുഴപ്പമൊന്നുമില്ല. എന്താ സംഭവിച്ചത്? അവിടുത്തെ നീർവീക്കം കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഓയിൻമെൻറ്റ് അവിടെ പുരട്ടുമ്പം അത് സഹായിക്കുകയാണ് ചെയ്തത്. ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് എന്ന് പറയുക, ഡൈക്ലോഫിനാക്ക് അങ്ങനത്തെ പലതും അടങ്ങിയിട്ടുള്ള മെഡിസിൻ കൊടുത്തുകൊണ്ടാണ് വേദന കുറക്കുന്നത്. ചിലർക്ക് വേണം എന്ത് ചെയ്യും, നമ്മൾ പെയിൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് കൊടുക്കും. ഈ വേദന ഉള്ള ആൾക്കാരെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ഒരു പെയിൻ ഡയറി കാത്തു സൂക്ഷിക്കണം. എപ്പോഴൊക്കെയാണ് വേദന ഉണ്ടാകുന്നത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് വേദന കുറയുന്നത്, എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണോ വേദന കൂടുന്നത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ടൊന്ന് നോട്ട് ചെയ്യുന്നൊരു ശീലം സ്ഥിരമായിട്ട് വേദനയുള്ള ആൾക്കാർ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. വേദനയുള്ള ആൾക്കാർ വ്യായാമം ചെയ്യേണ്ടതെന്നല്ല, ഓരോ വ്യക്തികൾക്കും അനുയോജ്യമായ രീതിയിലുള്ള ഒരു മൈൽഡ് എക്സസൈസുകൾ ചെയ്തിട്ട് പിന്നെ ഗ്രാജുവലായിട്ട് വേദന കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട്. അല്ലാണ്ട് വേദന എന്ന് വെച്ചിട്ട് നിങ്ങൾ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഈ നീർവീക്ക് അവിടെ കൂടിയിട്ട് പിന്നെയും വഷളാവുന്ന സാഹചര്യം ഉണ്ടാവുക. മനസ്സിലായില്ലേ? കടലിൻ്റെ തിരമാലകൾ പോലെ നല്ല മനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ ചലിച്ച് നീങ്ങാൻ നമുക്ക് സാധ്യമാവാതായി പോകും. പിന്നെ വേദനയുള്ള ആൾക്കാർ ചിലപ്പോൾ ആ വേദനയുള്ള ലൊക്കേഷനിൽ വ്യായാമം ചെയ്യാൻ പറ്റിയിട്ട്, ഇപ്പോൾ കാലിന് വേദനയുള്ള ഒരാൾ അവർക്ക് കൈക്കുള്ള എക്സസൈസ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ ഷോൾഡർ എക്സസൈസുകൾ ഇങ്ങനത്തതൊന്നും ചെയ്യുന്നതിന് അവർക്ക് കുഴപ്പം വരില്ല. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് ഒരിക്കലും നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പെയിൻ റിലീഫ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു യോഗിക് ബ്രീത്തിങ് ടെക്നിക്ക് ഉണ്ട്. 4 സെക്കൻഡ് നേരത്തേക്ക് നിങ്ങൾ ശ്വാസം ഉള്ളോട്ടെടുക്കുക, പിന്നെ 4 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക, പിന്നെ ഒരു 4 സെക്കൻഡ് നിങ്ങൾ പുറത്തോട്ട് വിടുക, പിന്നെ വീണ്ടും 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 റൗണ്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പെയിൻ റിലീവിങ് സെൻറ്ററുകളെ ആക്ടിവേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് വേദന കുറയാനുള്ള ഒരു ഹെൽപ്പ് അവിടെ കിട്ടുകയും ചെയ്യും.